ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. PTE ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദ ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. താരസംഘടനായ അമ്മയുടെ പുതിയ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തിട്ട് ആദ്യ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇന്നലെ കൊച്ചിയിലെ താരസംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടന്നത്. നമുക്കറിയാം, എതിരില്ലാതെ ജയിച്ച മോഹൻലാലും ഉണ്ണിമൂന്തനും ഇവരാണ് എതിരില്ലാതെ ജയിച്ചവർ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും. പിന്നീട് കടുത്ത പോരാട്ടം നടന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോരാട്ടം നടന്നു. കുക്കുവും ഉണ്ണി ശിവപാലും സിദ്ദീഖുമാണ് മത്സരം. സിദ്ദീഖ് വിജയിച്ചു. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വലിയ പോരാട്ടം നടന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്. അവിടെ മഞ്ജു പിള്ള പരാജയപ്പെടുന്നു. ജഗദീഷും ജയൻ ചേർത്തലയും വിജയിക്കുന്നു. ജയൻ ചേർത്തലയാണ് അവിടെ പോരാടി വിജയിച്ച ഒരു വ്യക്തി. അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരം നടന്നു. അവിടെ ബാബുരാജാണ് വിജയിച്ച്. അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത് അനൂപ് ചന്ദ്രനായിരുന്നു. പിന്നീട് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സിക്യൂട്ടീവ് മെമ്പർമാർ 11 പേരാണ് എക്സിക്യൂട്ടീവ് മെമ്പർ വേണ്ടത്. അതിൽ 12 പേര് മത്സരിച്ചു. അതിൽ പ്രഖ്യാപനം വന്നപ്പോൾ കുറച്ച് പേരുടെ പേര് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് പറയുകയും പിന്നീട് അത് പ്രഖ്യാപനത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിഷാരടി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിഷാരടി വിജയിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തിലും കൂടുതൽ കുറവ് വോട്ട് മേടിച്ച 2 വനിതകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തി. കാരണം വനിതാ സംവരണമാണ് ബൈലോയിലുള്ളത്. 4 വനിതകൾ ഈ ഭരണസഭയിൽ നിന്ന് ഉണ്ടാകണമെന്ന് ബൈലോയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വനിതാ സംവരണം വന്നത്. അങ്ങനെ പിഷാരടിയിലും വോട്ട് കുറഞ്ഞ 2 പേരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാണ് അന്നത്തെ ജനറൽ ബോഡി അവസാനിച്ചത്. അതിൽ ഉൾപ്പെടുത്തിയത് അനന്യ മാത്രമാണ്. പിഷാരടിയും കൂടുതൽ വോട്ട് മേടിച്ച് വിജയിച്ച ഒരു വനിത. മറ്റ് 2 വനിതകൾ പരാജയപ്പെട്ടിരുന്നു. മെയിൻ ഭാരവാഹിയായി മത്സരിച്ച കുക്കു പരമേശ്വരും അതോടൊപ്പം തന്നെ മഞ്ജു പിള്ളയും പരാജയപ്പെട്ടു. പിന്നീട് എക്സിക്യൂട്ടീവ് മെമ്പറിൽ 3 പേര് മത്സരിച്ചപ്പോൾ ഒരാൾ മാത്രം പിഷാരടിയും കൂടുതൽ വോട്ടുള്ളതുകൊണ്ട് അദ്ദേഹം ആ വനിത വിജയിച്ചതായും മറ്റ് 2 പേർ പരാജയപ്പെട്ടതായിട്ട് വേണം നമുക്ക് കൂട്ടാൻ. എന്നാൽ അവരെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിഷാരടി പരാജയപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വരികയോ, കൃത്യമായിട്ട് പിഷാരടി പരാജയപ്പെട്ടതല്ല, പിഷാരടി മാറി നിന്ന് കൊടുത്തതാണെന്ന് കൃത്യമായി പ്രേക്ഷകർ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്തിരുന്നു. അവിടെ പിഷാരടിയും കുറവ് വോട്ട് വാങ്ങിയത് നമുക്കറിയാം അൻസിബയും സരയുമായിരുന്നു. അവരെ അതിലേക്ക് ഉൾപ്പെടുത്തും. പിന്നീട് ഒരു വനിതയും കൂടെ വേണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അങ്ങനെ 4 വനിതകൾ വേണമെന്നായിരുന്നു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ നടി ഷീലു അബ്രഹാമിൻ്റെ പേര് ഒച്ചത്തിൽ പറഞ്ഞ വനിതകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്നലെ പ്രഖ്യാപനം വന്നപ്പോൾ ഷീലു അബ്രഹാമിൻ്റെ പേരില്ല. മെയിൽ, ഷീലുവിന് വേണ്ടി പല ആളുകളും മെയിൽ അയച്ചിരുന്നു. ആ മെയിലിലെ കോപ്പി സഹിതം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനതൊന്നും പരസ്യപ്പെടുത്തുന്നില്ല. കോപ്പി സഹിതം എനിക്ക് ലഭിച്ചിരുന്നു. പല ആളുകളുടെ പേരുകളിലേക്ക് പോകും ഷീലുവിൻ്റെ പേര് ഉൾപ്പെടെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ പേര് കൂടുതൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ നിയമിക്കുകയായിരുന്നു. അത് നിയമിച്ചിരിക്കുന്നത് നടി ജോമോളെയാണ്. ജോമോളെ നിയമിച്ചിരുന്നു എന്നുള്ള കാര്യം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ നടൻ സിദ്ദീഖ് പറയുന്നുണ്ട്. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ ഒരു വനിതാ മെമ്പറെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറ്റെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ നമ്മൾ അധികാരപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ വനിതാ മെമ്പറെ ഞങ്ങൾ ഇന്ന് ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. ജോമോളാണ് ആ വനിതാ മെമ്പർ. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ 3 പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകണ്ഠേന തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ ജോമോളുടെ പേര് കൃത്യമായി തന്നെ മെയിലിൽ പല ആളുകളും മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വ്യക്തതയില്ല. പക്ഷേ മറ്റുള്ള 2-3 പേരാളുള്ള മെയിൽ അയച്ച വനിതകളുണ്ട്. ആ പേരുകളിൽ അപ്പുറമാണ് ജോമോളെ ഇന്നലെ നിയമിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇന്നും അതിനെതിരെ മെയിലുകൾ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എങ്ങനെയാണ് ജോമോൾ വന്നത് എന്ന കാര്യത്തിൽ മെയിലുകൾ പോകുന്നുണ്ട്. അത് കൃത്യമായുള്ള മറുപടി താരസംഘടനയുടെ ഭാരവാഹികൾ നൽകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ഇതിനകത്ത് കൃത്യമായ കാര്യം. അത് പിഷാരടി എന്നൊരു വ്യക്തി പരാജയപ്പെട്ടു എന്ന് വാർത്ത വന്നപ്പോഴാണ് ഇതിൽ ഒക്കെ ഈ ബൈലോയിൽ ഭേദഗതി ഉണ്ടാകാനുള്ള തീരുമാനം ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമെടുത്തു എന്ന വിവരം കൃത്യമായി എനിക്ക് ലഭിച്ചിരിക്കും. ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലെടുത്ത തീരുമാനത്തിലെ പ്രധാനപ്പെട്ട കാര്യം ബൈലോയിൽ ഭേദഗതി വരുന്നു. 2027 ഇലക്ഷനോടുകൂടി ബൈലോയിൽ ഭേദഗതി വരുന്നു. 4 വനിതാ മെമ്പർമാർ വേണമെന്നുള്ള ബൈലോ നിലനിർത്തിക്കൊണ്ടുവന്ന് അത് സംഭരണ സീറ്റാക്കുന്നു. ആ 4 വനിതകൾക്കെതിരെ 4 വനിതകൾ വേണം എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക്. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 4 വനിതകൾ മത്സരിക്കുമ്പോൾ ആ വനിതകളുടെ സ്ഥാനത്ത് വനിതകൾ മാത്രം മത്സരിക്കുക എന്നൊരു ഭേദഗതി കൊണ്ടുവരാൻ ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ ജനറൽ സ്ഥാനത്തേക്ക്, ഭാരവാഹി സ്ഥാനത്തേക്ക് വനിതകളും അതോടൊപ്പം പുരുഷന്മാരും മത്സരിക്കുന്നത് തെറ്റില്ല. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 4 വനിതകൾ വേണമെന്ന് പറഞ്ഞാൽ 4 വനിതകൾ തന്നെ മത്സരിക്കണം. അതിൽ വനിതകൾ തന്നെ എതിരേക്കണം. മറ്റ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വരുമ്പോൾ 7 പേരാണ് മത്സരിക്കേണ്ടത്. ആ 7 പേർക്ക് പുരുഷന്മാർ തന്നെ മത്സരിക്കണം. അങ്ങനെ വനിതാ സംവരണം കൃത്യമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പിഷാരടി മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിഷാരടി പരാതിയായിട്ടല്ല പറഞ്ഞത്, പരിഭവമായിട്ടല്ല പറഞ്ഞത്, ഇതിലൊരു തിരുത്തൽ വേണമെന്നാണ് പിഷാരടി എനിക്ക് നൽകിയ അഭിമുഖത്തിൽ വരെ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമായിരിക്കുന്നത്. പിഷാരടിക്ക് വേണ്ടി നിരവധി ആളുകൾ
താരസംഘടന അമ്മയിലേക്ക് മെയിൽ അയച്ചെടുത്തു. പഴയ എക്സിക്യൂട്ടീവ് മെമ്പർമാർ മെയിൽ അയച്ചെടുത്തു. പല താരങ്ങളും പിഷാരടി പറയുന്നത് ന്യായമുണ്ടെന്ന് കാണിച്ച് മെയിൽ അയച്ചെടുത്തു. എന്നാൽ ആ മെയിലിനൊന്നും കൃത്യമായ മറുപടി അയച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. ആ മെയിലെല്ലാം വായിച്ച് ഏകീകരിച്ച് എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ബൈലോ ഭേദഗതി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത് പിഷാരടിയുടെ ഒരു പോരാട്ടമായി തന്നെ നമ്മൾ കൂടണം. ഭാവിയിലും ഇനിയുള്ളവർക്കത് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വനിതാ സംവരണം കൃത്യമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്ന കാര്യത്തിൽ ഇന്നലെ കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി എന്ന് കൃത്യമായ വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇന്നലെ കൃത്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറയാം. ജോമോളോ എക്സിക്യൂട്ടീവ് ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ, താരസംഘടന അമ്മയുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആണെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അത് കൃത്യമായി നടത്താൻ 4 പേരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 3 വനിതാ മെമ്പർമാരെ, അനന്യയും അൻസിബയും അതോടൊപ്പം തന്നെ സരയും അതോടൊപ്പം ബിനു മോഹനും ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ബിനുവും ഉൾപ്പെടെ ഉള്ളവർ അത് ആ സ്ഥാനം വഹിച്ചുകൊണ്ട് അത് ആക്റ്റീവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നത് പല കാര്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. നടൻ സത്യൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. സത്യൻ്റെ മകനെ വിളിച്ചു വരുത്തി മെമ്പർഷിപ്പ് നൽകേണ്ടതാണെങ്കിൽ മെമ്പർഷിപ്പ് നൽകുമെന്ന് തന്നെയാണ് ഇവർ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രഷർക്ക് കേൾക്കാം. കുറേ കാലമായിട്ട് ഈ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ്, പിന്നെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പോൾ പുതിയ ചില മെമ്പേഴ്സ്, വളരെ യങ്സ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള വിനുമോഹൻ, സരയു, ആൻസിബ, അനന്യ തുടങ്ങിയവർ അതിൻ്റെ ഒരു ചാർജ് ഏറ്റെടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അത് സർക്കാർ ലെവലിൽ നടക്കുന്ന, സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പബ്ലിഷ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, അതായത് നടൻ സത്യൻ്റെ മകൻ സതീഷ് സത്യം അമ്മയിലേക്ക് മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു. അപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹം റിട്ടേൺ ആയിട്ട് നമുക്കൊരു അപേക്ഷയും തന്നിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ എന്റെ അറിവിൽ എന്തായാലും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ ഉള്ളൂ. പക്ഷേ അങ്ങനെ അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള കമ്മിറ്റിയിലോ ഇരുന്ന ആളായതുകൊണ്ട് പറയണം. അങ്ങനെ ബന്ധപ്പെട്ടായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിച്ചിരിക്കുന്ന ഇതായിരുന്നു. താരസംഘടന അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തു കൊടുക്കാമെന്ന് ഇവർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കരാറാണ്. അത് ഖത്തർ ഷോ മുടങ്ങിയതോടുകൂടി അത് നടന്നിട്ടില്ല. ഖത്തറിലാണ് ഷോ നടത്താൻ തീരുമാനിച്ചത്. അത് ഒരു എമൗണ്ട് താരസംഘടന നിർമ്മാതാക്കളുടെ സംഘടനക്ക് ഈ പ്രോഗ്രാം നടത്തി കൊടുക്കാമെന്നൊരു തീരുമാനമുണ്ടായി. അത് ഇന്നലെ ചർച്ചയ്ക്കെടുത്തിരുന്നു. അത് ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞൊരു അമ്മയും മഴവിൽ മനോരമയും ചേർന്നൊരു പ്രോഗ്രാം നടത്തുന്നു എന്നായിരുന്നു ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദീഖ് പറഞ്ഞത്. പക്ഷേ അത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രോഗ്രാം താരസംഘടന നിർമ്മാതാക്കൾക്ക് വേണ്ടി നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ഓഗസ്റ്റിൽ പ്രോഗ്രാം നടത്തും എന്നാണ് കിട്ടുന്ന വിവരം. അത് താരസംഘടന മഴവിൽ മനോരമയുമായി നടത്തുന്ന പ്രോഗ്രാം, അതിൽ നിന്നുള്ള എമൗണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കൊടുക്കും. അതിൻ്റെ എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാനുള്ള 60% നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും 40% താരസംഘടനയ്ക്കും എന്ന നിലയിലേക്കാണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി സംസാരിച്ച് സെറ്റിൽമെൻ്റ് ആകേണ്ട കാര്യമുണ്ട്. എന്തായാലും മഴവിൽ മനോരമ എഗ്രിമെൻറ്റ് വെക്കുന്നത് അമ്മയുമായിട്ടായിരിക്കും. അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് എഗ്രിമെൻറ്റ് വെച്ചുള്ള ഒരു പ്രോഗ്രാം നടത്താൻ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്ന വിവരമാണ് ഇന്നലെ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാൻ താരസംഘടനയിലുള്ള അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കൂടുതൽ നൽകാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ലഭിക്കുന്നു. നമുക്കറിയാം 506 പേരാണ് ഇപ്പോൾ മെമ്പർമാരുണ്ട്. ഒത്തിരി ആളുകൾ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ സൗകര്യമുള്ളവരുണ്ട്. പണവുമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഗഡുക്കളായി നൽകിക്കൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്താനും തീരുമാനിച്ചു എന്ന വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. ആ തീരുമാനങ്ങളാണ് പ്രഷർ റൂമിലേക്കും അതോടൊപ്പം സിനിമാ മേഖലയിലുള്ളവർക്കും ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ PTE ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.